ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയിരുന്നു. ഞാനും വാങ്ങിച്ചു. വേറൊന്നുമല്ല, ടൂണിൻ്റെ ഒരു ക്രീമാണ്. 1 ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മ ഇതിനകത്ത് എന്തോ പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ അമ്മ പൊടി എന്തോ ഇട്ടൊക്കെ കുപ്പി തപ്പിക്കൊണ്ട് വന്നതാണ്. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ട് യൂസ് ചെയ്തതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത്. അപ്പം ഞാനൊരു ട്യൂൺ എന്ന് പറയുന്ന ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ജെനുവിൻ ആയിട്ടുള്ള റിസൾട്ടാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനും ഇങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എഫ്-ട്യൂൺ അത്യാവശ്യം നൈസ് ക്രീമാണ് ഇൻഫ്ലുവൻസറൊക്കെ പറയുന്നത് കേട്ടിട്ട് ഞാനൊരു എഫ്-ട്യൂൺ ക്രീം വാങ്ങിച്ച് ഞാൻ യൂസ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മന്തൊക്കെ യൂസ് ചെയ്യാനൊക്കെ കാണുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുൻപായിരുന്നു ഞാൻ യൂസ് ചെയ്ത് അത്യാവശ്യം എൻ്റെ ഫേസിൽ നല്ല ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ അതും ആ ഒരു പിക്കും ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്തൊരു 1 വീക്കൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം റിസൾട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് ഫെയിൽഡായി തുടങ്ങിയതുപോലെ തോന്നി. എനിക്കൊന്ന് ആ ബോട്ടിൽ തീർന്ന ടൈം ആയപ്പോൾ എൻ്റെ ഫേസ് നല്ല ബ്രൈറ്റനിങ് ആയി എന്ന് പറയുമ്പോഴത്തേക്കും ഡാർക്ക് സ്പോട്ട് റിമൂവ് ആയി. സ്കിന്നിനൊരു എന്താ പറയുക, നല്ലൊരു ഗ്ലോയിങ് ഫിനിഷ് ഒക്കെ തോന്നുന്ന പോലെ നമ്മളോട് ആരും ഒന്ന് ചോദിക്കും എന്നുള്ള രീതിയിലൊരു നൈസായിട്ടൊരു 2 ഷെയ്ഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ് ആയി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വെളുത്തിട്ട് പാറും എന്ന് ഈ ക്രീമിനകത്തില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെയൊന്നും തോന്നിയില്ല. നമുക്ക് ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് കുറയുമെന്നല്ലാതെ ഒരു 1 ഷെയ്ഡ് 2 ഷെയ്ഡൊക്കെ ഒന്ന് ജസ്റ്റ് ലൈറ്റൻ ആവും, അത്രയേ ഉള്ളൂ. അല്ലാതെ വൈറ്റനിങ് അല്ല ഈ ക്രീം. നല്ലൊരു പാക്കേജിങ് കാര്യങ്ങളോടെയാണ് നമുക്കിത് ക്രീം നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. നല്ലൊരു പാക്കേജിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ഇത് ഓർഡർ ചെയ്ത് എനിക്കൊന്ന് 7 ഡേയ്സിനുള്ളിൽ നമുക്ക് കിട്ടും. പേയ്മെൻ്റ് ആണെങ്കിൽ എന്തോ 699 എന്തോ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു കാർഡ് കൂടെ ഇപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തൊരു കാർഡ് കൂടെ വെച്ചിട്ടുണ്ട്. ഇത് കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ, മീഷോ, സ്നാപ്ഡീൽ, ഫ്ലിപ്കാർട്ടൊക്കെ ഫേക്കാണ്. ഇവർക്കുള്ളി ഇത് വെബ്സൈറ്റ് ത്രൂ മാത്രമേ ഇവർക്ക് ഇതിൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് കിട്ടുകയുള്ളൂ. ഫേസ് ട്യൂണിൽ നിന്ന് എഫ്-ട്യൂണിലോട്ട് ആകാൻ റീസൺ ഇത് തന്നെ. ഇവരെന്തോ ഫേക്ക് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ യൂസ് അങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. സോ അതുകൊണ്ടാണ് ഇങ്ങനെ അവർ സംഭവം. ക്രീമിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാക്ഷൻ, അതുപോലെ തെമ്മരയ്ക്ക്, ഗ്ലൂട്ടാത്തിയോൺ, നിയാസിനമൈഡ്, ബയോട്ടിൻ, കോജിക് ആസിഡ്, കൊളാജിൻ, ഗ്ലിസറിൻ, വൈറ്റമിൻ എ, ബി, സി ആൻഡ് ഇ, ആൽഫാർബ്യൂട്ടിൻ, ബട്ടർ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതായത് വൈറ്റനിങ് സ്കിന്ന്, റിമൂവ് ഡാർക്ക് സ്പോട്ട്, റിമൂവ് ആക്നെ, റിമൂവ് അൺഡ്രൈ ഡാർക്ക് സർക്കിൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. ഇതിന് നല്ല സ്മെല്ലാണ് കേട്ടോ. അപാര സ്മെല്ലെന്ന് വെച്ചാൽ നല്ലൊരു നൈസ് സ്മെല്ലാണ്. ഇങ്ങനെയാണ്, കണ്ടോ? ഇങ്ങനെയാണ് ഇത് കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ കട്ടിക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കിടക്കണം. സോ ഇത് കട്ടിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒറ്റൊരു ബോട്ടിൽ സെറ്റാവും. ചിലർക്ക് 2 ബോട്ടിലൊക്കെ ആകുമ്പോഴത്തേക്ക് സെറ്റ് ആകത്തില്ല. എനിക്ക് എന്തായാലും ആ ഒരു ബോട്ടിലിൽ തന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് സെറ്റായായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് അപ്പോൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഫേസ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ മുഖം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മളിത് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തേ. ഞാൻ ഇപ്പോൾ തന്നെ ഫേസിലിങ്ങനെ കട്ടിക്കൊന്ന് ഇട്ട് കൊടുത്ത് ഇത് ഫുള്ളൊന്ന് മസാജ് ചെയ്ത് ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ മതി. ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി, സെറ്റാവും. എന്നിട്ട് കിടന്നുറങ്ങുക. ഉറങ്ങിയതിന് ശേഷം എന്താ പറയുക, രാവിലെ മോർണിംഗിൽ വാഷ് ഔട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം ക്രീം ബേസ് നോക്കുവാണെങ്കിൽ ഇത് അടിപൊളിയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഈ സൈഡിലോട്ട് നോക്കുന്നുണ്ട്, ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ പേഴ്സണൽ യൂസിൽ എനിക്ക് ഡാർക്ക് സ്പോട്ടും ഇതൊക്കെ റിമൂവ് ആയി, ഫേസൊക്കെ ഒന്ന് ബ്രൈറ്റ് ആയായിരുന്നു. ഓക്കെ, അതത്രയും ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്. ഇനി നെഗറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ ഇത് അത്ര വലിയ നെഗറ്റീവ് കാര്യങ്ങളും എനിക്ക് ഫീൽ ആയിട്ടില്ല. ഇത് യൂസ് ചെയ്ത് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇതുള്ളൂ. ഇതിൻ്റെ ബോട്ടിൽ തീരുന്നതിന് മുന്നായിട്ട് ഞാൻ ഇതേപോലെ ഒരു 3 ദിവസം കൂടുമ്പോൾ 3 ദിവസം യൂസ് ചെയ്യും.
പിന്നെ അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം 2 ദിവസം യൂസ് ചെയ്ത്, അല്ലെങ്കിൽ 2 ദിവസം ഗ്യാപ്പിട്ട്, അങ്ങനെ ഓരോ ദിവസം ഇടവിട്ട് 2 ദിവസം ഇടവിട്ട് അങ്ങനെ ഇത് പതിയെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം, നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു അതായത് ബ്രൈറ്റനിങ് ആണെങ്കിലും ആ ഡാർക്ക് സ്പോട്ടൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, അത് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പം ഫെയിൽഡ് ആയത് പഴയതുപോലെ ആവുന്നു. അല്ലാതെ ഇതിട്ടിട്ട് അങ്ങ് കറുത്ത് പോകും. എനിക്കങ്ങനെ കുരുവും കാര്യങ്ങളും വന്നൊന്നുമില്ല. പിന്നെ നോർമലി നമുക്ക് വരുന്ന ഒരു 2 പിമ്പിൾസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലപ്പോൾ നമുക്ക് വരുന്ന 1-2 പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് വരും. പക്ഷേ ഇതിട്ട ടൈമിന് അങ്ങനെ പിമ്പിൾസും കാര്യങ്ങളും പോയായിരുന്നു. പക്ഷേ ഇത് നിർത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന 1-2 പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരും. നോർമലി പഴയ പോലെ നമ്മുടെ സ്കിന്നാകും. ആ ഒരു ഉണ്ടായിരുന്ന കളറും കാര്യങ്ങളും നമുക്ക് പോകുമെന്നുള്ളതല്ലാതെ അത്ര ഒരു ബാഡായിട്ട് എനിക്ക് ഈ ക്രീം തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഒരിക്കലും ഇതിനെ പ്രൊമോട്ട് ഞാൻ ചെയ്യുമല്ല. ഇനി യൂസ് ചെയ്തിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഒറ്റയടിക്ക് ഇതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ആദ്യം യൂസ് ചെയ്യുക. അതിനുശേഷം 2 ദിവസം കൂടുമ്പോൾ യൂസ് ചെയ്യുക, പിന്നെ 3 ദിവസം കൂടുമ്പോൾ യൂസ് ചെയ്യുക. ഈ യൂസ് ചെയ്യാത്ത ദിവസങ്ങളിൽ ഞാനൊരു പാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാക്ക് വേണ്ടവർ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യാതെ പതിയെ സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ പ്രത്യേകിച്ച് സീൻ ഉണ്ടാവത്തില്ല. പക്ഷേ നമുക്ക് ഉണ്ടായിരുന്ന ബ്രൈറ്റനിങ് കാര്യങ്ങളുമൊക്കെ ഫുള്ള് പോകും. അത് ലോങ് ലാസ്റ്റിംഗ് അല്ല. ഓക്കെ, ഈ ക്രീം നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കളറും കാര്യങ്ങളും നിൽക്കുകയുള്ളൂ. നമ്മൾ യൂസ് ചെയ്ത് എപ്പോൾ സ്റ്റോപ്പ് ചെയ്തോ അപ്പം ആ കളർ ഫെയിൽഡ് ആകാൻ തുടങ്ങും. അത് ഒറ്റയടിക്കും ഫെയിൽഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഓരോ ദിവസങ്ങൾ തോറും അങ്ങനെയാണ് ഫെയിൽഡ് ആയത്. അല്ലാതെ ഇന്ന് ഒരാഴ്ച ഇട്ടില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഫെയിൽഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഇതൊരിക്കലും ഇതിനെ പ്രൊമോട്ട് ചെയ്യുമല്ല ഞാൻ. പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക.